ഇത് സാറേ എൻ്റെ മകളുടെ ജീവൻ്റെ വിലയാണ് സാറേ ഇത്. എൻ്റെ മകളുടെ ജീവൻ്റെ വിലയാണ്. ഒരു വർഷം മുമ്പ് എൻ്റെ കൃഷിയിടത്ത് പന്നിയിറങ്ങി മുഴുവനും നശിപ്പിച്ച് ഞാനൊരു പരാതി കൊണ്ട് നൽകി. നിങ്ങൾ എന്തെങ്കിലും ഇത് നടപടി സ്വീകരിച്ചു? ഇല്ലല്ലോ. പിന്നെ 4 മാസം മുമ്പ് എൻ്റെ ആടിനെ പുലി പിടിച്ചോണ്ട് പോയി. ഒരു പരാതി കൊണ്ട് നൽകി. നിങ്ങൾ എന്തെങ്കിലും നടപടി സ്വീകരിച്ചോ സാറേ? ഇല്ല. ഇതിപ്പോൾ ഒരു പേപ്പറുമായിട്ട് വന്നിട്ട് എൻ്റെ മകളുടെ ജീവൻ്റെ വിലയാണ്. അവൾക്ക് എത്ര വയസ്സുണ്ടെന്ന് അറിയാമോ സാറേ? ഒരു 5 വയസ്സ്. എൻ്റെ വീടിൻ്റെ മുറ്റത്തിനാണ് സാറേ പുലി പിടിച്ചോണ്ട് പോയത്. പേപ്പറുമായിട്ട് ഇതെൻ്റെ മകളുടെ ജീവൻ്റെ എനിക്കത് വേണ്ടല്ലോ. എനിക്ക് മരിച്ചാൽ മതി. എനിക്ക് മരിച്ചാൽ മതി. എന്റെ മകള് പോയേ. അയ്യോ, നിങ്ങൾക്ക് മണിമാട് കയറുന്നാ മതി. നിങ്ങൾക്ക് വേറെ ഒന്നും അറിയണ്ടല്ലോ. കർഷകന്റെ വേദനയും ദുഃഖങ്ങളൊന്നും നിങ്ങൾ അറിയണ്ടല്ലോ. എല്ലാം നശിച്ചു. നിങ്ങൾക്കൊന്നും അറിയില്ല. കർഷകന്റെ വേദന ഒന്നും നിങ്ങൾക്ക് എന്നൊന്നും എനിക്ക് ജീവിക്കണം. സാറേ, സാറിനോടുള്ള വ്യക്തി വിരോധം കേട്ടല്ല, എൻ്റെ മനസ്സിലുള്ള വേദന കൊണ്ടാണ് പറഞ്ഞത്. എൻ്റെ മനസ്സ് അത്രയ്ക്കൊരു വിങ്ങലാണ്. സാറിൻ്റെ വീട്ടിലേക്ക് ചെല്ലുമ്പോഴത്തേക്ക് ഒരു കുഞ്ഞുകുട്ടിയെ സാറിൻ്റെ മുറ്റത്ത് സാറിൻ്റെ വീട്ടിലുള്ള കുഞ്ഞുകുട്ടിയെ കാണാതെ ഒരു അരമണിക്കൂർ സാറിരിക്കാൻ പറ്റില്ല. എൻ്റെ മോളെ എനിക്ക് എന്തൊക്കെ വേണം നഷ്ടപ്പെട്ട. എൻ്റെ വീടിൻ്റെ മുറ്റത്തു നിന്നാണ് പുലി പിടിച്ചുകൊണ്ട് പോയത്. ആ ഒരു അവസ്ഥയാണ് സാറേ. സാറിനറിയാലോ, ഈ സിസ്റ്റം തന്നെ മാറണം സാറേ. ഈ സിസ്റ്റം തന്നെ മനുഷ്യൻ്റെ ജീവന് യാതൊരു വിലയില്ല. ഇവിടെ മൃഗങ്ങൾക്ക് മാത്രം വിലയുള്ള രീതിയിലാണ് എല്ലാ കാര്യങ്ങളും. ഇവിടുത്തെ സിസ്റ്റം തന്നെ, ഇവിടുത്തെ ഭരണഘടനയിലും സാറേ നമ്മുടെ ജീവനും സ്വത്തിനും എല്ലാം സംരക്ഷണം നൽകണമെന്നാണ്. നിങ്ങൾക്കൊരു ബുദ്ധിമുട്ടില്ല, നിങ്ങൾക്ക് അറിയട്ടെ, നിങ്ങൾക്ക് സർക്കാർ ശമ്പളം തരണം. കർഷകർക്ക് അങ്ങനെയാണ് അല്ല. അത്രയ്ക്ക് വേണ്ടിയിട്ട് ബുദ്ധിമുട്ടിയാണ് സാറേ ജീവിക്കുന്നത്. സാറേ, ഒരു കാര്യമുണ്ട് സാറേ, എനിക്കൊരു കാര്യം സാറിനോട് പറയാം. എൻ്റെ മകളെ, എൻ്റെ ഈ വീടിൻ്റെ മുറ്റത്തുനിന്ന് മകളെ പിടിച്ചോണ്ട് പോയി പുലി. അത് എൻ്റെ മകളെന്ന് പറഞ്ഞാൽ അവസാനത്താളായിരിക്കണം. ഇവിടുത്തെ അവസാനത്താളായിരിക്കണം എൻ്റെ മകൾ. അതിന് സാർ ഉറപ്പ് നൽകാൻ പറ്റുമെന്നുണ്ടെങ്കിൽ ഞാനിത് ഒപ്പിട്ട് തരാം.